എൻ വഴി തനി വഴി എന്ന മാസ് ഡയലോഗ് ഒരിക്കലെങ്കിലും പറയാത്ത സിനിമാ പ്രേമി ഉണ്ടാകില്ല. തലൈവർ രജനീകാന്തിൻ്റെ പടയപ്പ സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ്. എന്നാൽ ഈ ഡയലോഗ് ഒരാൾ കയ്യിൽ പച്ചകുത്തിയെന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നില്ലേ? ആ പച്ചകുത്തിയത് ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാണെന്ന് കേൾക്കുമ്പോൾ കൗതുകം അത്ഭുതത്തിന് വഴിമാറുന്നില്ലേ? യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആദിത്യ അശോക്, ന്യൂ ബൗളിംഗ് സെൻസേഷൻ ഓഫ് കിവീസ്. ദീപക് പട്ടേൽ, അജാസ് പട്ടേൽ, ജീത് റാവൽ, ജീതൻ പട്ടേൽ, ഇഷ് സോദി, ഏറ്റവും ഒടുവിൽ രജിൻ രവീന്ദ്ര. ന്യൂസിലൻഡ് ടീമിൽ കളിച്ച ഇന്ത്യൻ വംശജരുടെ പട്ടികയിലേക്ക് ഒടുവിൽ വന്ന താരമാണ് ആദിത്യ അശോക്. തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് ആദിത്യയുടെ ജനനം. 4-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം ന്യൂസിലൻഡിലേക്ക് പോയി. ഓക്ലൻഡിലെ മൗണ്ട് ആൽബർട്ട് ഗ്രാമർ സ്കൂളിലാണ് പഠിച്ചത്. ന്യൂസിലൻഡിലെ ഇതിഹാസങ്ങൾ ഒരുപാട് പിറവിയെടുത്ത കളിമുറ്റമാണത്. അച്ഛൻ ലോക്കൽ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഇപ്പോൾ റേഡിയോഗ്രാഫർ. അമ്മ നഴ്സ്. ഇനി ആ രജനീകാന്ത് കണക്ഷൻ പറയാം. രജനീകാന്തിൻ്റെ കടുത്ത ആരാധകനാണ് ആദിത്യയുടെ മുത്തച്ഛൻ. മുത്തച്ഛനൊപ്പം ആദിത്യ കണ്ട സിനിമകളിലൊന്നായിരുന്നു പടയപ്പ. തലൈവറുടെ മാസ് സീൻ ആദിത്യയ്ക്കും ഇഷ്ടമായി. കഴിഞ്ഞ വർഷം ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് പടയപ്പയിലെ ഡയലോഗ് ടാറ്റു ചെയ്തത്. മരിച്ചുപോയ മുത്തച്ഛൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകാൻ കൂടിയാണ് രജനിയുടെ കടുത്ത ആരാധകൻ കൂടിയായ മുത്തച്ഛന് വേണ്ടി ആദിത്യ പഞ്ച് ഡയലോഗ് ടാറ്റു ചെയ്തത്. ഓസീസ് ഇതിഹാസം ഷെയ്ൻ വോണാണ് ആദിത്യയുടെ റോൾ മോഡൽ. വേഗതയേറിയ ഗൂഗിളുകളാണ് ലെഗ് സ്പിന്നറായ ആദിത്യയുടെ പ്രധാന ആയുധം. 2020 നടന്ന അണ്ടർ-19 ലോകകപ്പിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആദിത്യ 3 വർഷത്തിനകം തന്നെ ബ്ലാക്ക് ക്യാപ്സിനായി ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ചു. 2 ഏകദിനവും 1 T20യുമാണ് കിവീസിനായി ഇതുവരെ കളിച്ചത്. 2023 ഓഗസ്റ്റ് 10 UAEക്കെതിരെയായിരുന്നു 2020 അരങ്ങേറ്റം. അതേ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരെ ഏകദിനത്തിലും അരങ്ങേറി. 2 ഏകദിനത്തിൽ നിന്നായി 10 റൺസും 1 വിക്കറ്റുമാണ് നേടാനായത്. കളിച്ച ഏക 2020യിൽ 28 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റുമാണ് സമ്പാദ്യം. മിച്ചൽ സാന്റനറും അജാസ് പട്ടേലും ഇഷ് സോദിയുമെല്ലാമുള്ള കിവീസ് കുപ്പായത്തിൽ ആദിത്യയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂവിനായി കാത്തിരുന്നേ മതിയാകൂ. അന്താരാഷ്ട്ര തലത്തിൽ പിന്നെ അധികം പരിഗണിച്ചില്ലെങ്കിലും ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ മികച്ച റെക്കോർഡുണ്ട് ആദിത്യയ്ക്ക്. 16 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 246 റൺസും 54 വിക്കറ്റും നേടി. 44 ഉയർന്ന സ്കോർ. മികച്ച ബൗളിംഗ് ഫിഗർ 103 റൺസ് വിട്ടുകൊടുത്ത് 7 വിക്കറ്റ് എടുത്തത്. 30 ലിസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 37 വിക്കറ്റുകളും 183 റൺസും കൈവശമുണ്ട്. ഇടക്കാലത്ത് 1 വർഷത്തോളം പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലും മറ്റുമൊക്കെയായിരുന്നു. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയെ ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ് ആദിത്യയുടെ സർജറിയും റിഹാബും എല്ലാം നോക്കിയിരുന്നത്. 2024 അവസാന സമയങ്ങളിലാണ് ആദിത്യ പിന്നീട് കളത്തിലെത്തിയത്. ന്യൂസിലൻഡ് എ ടീമുകളിൽ 4 ദിന മത്സരമായാലും ലിസ്റ്റ് ക്രിക്കറ്റ് ആയാലും കിവീസിനായി ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം ആദിത്യയാണ്. കഴിഞ്ഞ വർഷം ന്യൂസിലൻഡ് ഇന്ത്യൻ പര്യടനത്തിനെത്തിയപ്പോൾ ആദിത്യയും അവർക്കൊപ്പമുണ്ടായിരുന്നു. ചെന്നൈയിലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ CSK അക്കാദമിയിൽ 2 ആഴ്ചയോളം ആദിത്യ പരിശീലനം നടത്തി. ഇന്ത്യയിലെ വ്യത്യസ്ത പിച്ചുകളിൽ ഏതെല്ലാം രീതിയിൽ പന്തെറിയണം എന്നതടക്കം വ്യക്തമായ പ്ലാനുകൾ ഈ 23-കാരനുണ്ട്. ബ്ലാക്ക് സോയിൽ പിച്ചിലും റെഡ് സോയിൽ പിച്ചിലും നടത്തിയ പരിശീലനങ്ങൾ ആദിത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. മൈക്കൽ ബ്രേസ്വെലും ഗ്ലെൻ ഫിലിപ്സുമാണ് ഇന്ത്യൻ പര്യടനത്തിനെത്തിയ കിവീസിൻ്റെ സ്പിന്നർമാർ. എന്നാൽ ലെഗ് സ്പിന്നറായി ആദിത്യ അശോക് മാത്രമേയുള്ളൂ. മിച്ചൽ സാന്റനറുടെ അഭാവത്തിൽ ആദിത്യയ്ക്ക് ഇന്ത്യൻ പര്യടനത്തിൽ അവസരം കിട്ടും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലും ശ്രേയസ് അയ്യരും ശുഭ്മാൻ ഗില്ലും അടക്കം ടെക്നിക്കലി സൗണ്ടഡായ ഒരു ടോപ്പ് ടീമിനെതിരെയാണ് ആദിത്യയ്ക്ക് പന്തെറിയേണ്ടത്. ഇന്ത്യക്കെതിരെ കളിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിഹാസങ്ങൾക്കെതിരെ പന്തെറിയുമ്പോൾ അതിലൂടെ തനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് ആദിത്യ പറയുന്നത്. ബ്ലോക്ക് ബസ്റ്റർ സ്ക്വാഡ് എന്നാണ് ആദിത്യ ഇന്ത്യൻ ടീമിനെ വിശേഷിപ്പിച്ചത്. തലൈവർ രജനീകാന്ത് സിനിമയിൽ കാണിക്കുമ്പോൾ ഒരു അത്ഭുത പ്രകടനം ആദിത്യ അശോകിൽ നിന്ന് ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ.